വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ ട്രംപ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് പോലെയുള്ള ഷോ ഓഫ് ഒന്നുമല്ല ഇറാന്റെ മുമ്പിൽ ട്രംപിന് കാണിക്കാൻ സാധിച്ചത്. സമാധാന കരാർ ട്രംപ് വച്ചിരുന്നു. ആ സമാധാന കരാറിൽ ട്രംപ് ഇറാനെ ഉറപ്പിക്കുന്നു എന്നൊക്കെയാണ് അമേരിക്കൻ ജനതയുടെ മുമ്പിൽ ട്രംപ് വലിയ രീതിയിൽ വീരവാദം മുഴക്കിയിരുന്നെങ്കിലും ആ സമാധാന കരാർ ചെറുതായിട്ടൊന്ന് ചോർന്നിട്ടുണ്ട്. ആ ചോർന്ന സമാധാന കരാർ വായിക്കുമ്പോൾ ട്രംപ് അടപടലം ചീറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളും യു കെയുമായിട്ടൊരു വ്യാപാര കരാർ വെച്ചല്ലോ. വ്യാപാര കരാർ വെച്ചപ്പോൾ യു കെ പാർലമെന്റിൽ കെയർ സ്റ്റാർമറിനെ യു കെയുടെ മറ്റ് പാർലമെന്റ് അംഗങ്ങൾ എടുത്തുടുത്തു. അയാളുടെ പാർട്ടിയിലുള്ളവർ പോലും അയാൾ പറയുന്നത് ഈ കരാർ പ്രകാരം നമുക്ക് 5 പൈസയുടെ ഗുണമില്ല, ഇന്ത്യക്കാണെങ്കിൽ മാരകമായിട്ടുള്ള ലോട്ടറി. ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ കരാർ വെച്ചത് എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഇറാന്റെ ഈ സമാധാന കരാറിൽ ഇറാൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോ ഇത് നമ്മുടെ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ പെഷസ്കിയാനെ നരേന്ദ്രമോദി ക്ഷണിച്ചിരുന്നു. അപ്പൊ ട്രംപിനെക്കാട്ടിലും പ്രാധാന്യം പുള്ളിക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയം തോന്നി. അതിന് പിറകെയാണ് ഈ കരാർ ചോർന്നു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചബഹർ തുറമുഖം അവിടെയാണ്, നമ്മുടെ എണ്ണ ഉൽപാദനം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുകയാണ്. എത്ര ദൂരമുണ്ട്, എക്സ്പെൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് ഹെവി ക്രൂഡ് ആണെന്നേ ഉള്ളൂ, അത് നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കാണ് ഏറ്റവും വലിയ ജാംനഗറൊക്കെ ഉള്ളത്, അത് പ്രോസസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് മോദി ഇങ്ങനെ പെഷസ്കിയാനെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇറാന്റെ മുമ്പിൽ ട്രംപ് വഴങ്ങിയോ? ഇത് ഇപ്പോൾ അമേരിക്ക വലിയ പ്രശ്നമായിരിക്കണം. കാരണം അമേരിക്കയുടെ സർവേകളിലും ഒക്കെ ജനം വലിയ കട്ടക്കലിപ്പിലാണ്. കാരണം ഇങ്ങനെ ഒരു കരാർ ഒപ്പുവെക്കാനാണെങ്കിൽ ട്രംപ് എന്തിനാണ് ഈ പണിക്ക് പോയത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഈ കരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറച്ചു നാൾക്ക് മുമ്പ്, ഏതാണ്ട് ഏകദേശം ഒരു 2 ആഴ്ചക്ക് മുമ്പ് നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമാധാന കരാർ ചോർന്നു. നമ്മൾ വന്ന് പറഞ്ഞിരുന്നു ഇത് ശരിയാക്കാനാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നല്ലോ. ഏതാണ്ട് ആ കരാറ്, ആ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ അമേരിക്കയിലും ചോർന്ന് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാന്റെ പിടിച്ചുവെച്ച ആസ്തികൾ അമേരിക്ക വിട്ടുകൊടുക്കും. $300 ബില്യൺ പാക്കേജ്, സാമ്പത്തിക പാക്കേജ് ഇറാന് നൽകും. 60 ദിവസത്തിനുള്ളിൽ ഈ ആണവ കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്നുള്ളതാണ്. അതായത് അതോടൊപ്പം തന്നെ ഇറാന്റെ എല്ലാ ഉപരോധങ്ങളും നീക്കും എന്നുള്ളതാണ് ഈ കരാറിൽ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടായിരുന്നെങ്കിലും യുദ്ധത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്നാണ് അമേരിക്കയുടെ ആളുകൾ തന്നെ ചോദിക്കുന്നത്. അമേരിക്കൻ പൗരന്മാർ ചോദിക്കുന്നത് ഇതാണ്. ഇത്രയും ഒരു കരാറിലേക്ക്, അതായത് അവരുടെ ഉപരോധം നീക്കി കൊടുത്തു, $300 ബില്യൺ അവർക്ക് കൊടുക്കുന്നു, നാശനഷ്ടങ്ങൾക്ക് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നു, ഒപ്പം തന്നെ അവരുടെ തടഞ്ഞു വെക്കപ്പെട്ട ആസ്തികൾ കൊടുക്കുന്നു. ഇവിടെ ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മറ്റൊരു വാർത്ത നമ്മളെല്ലാം കണ്ടതും കേട്ടതും സംസാരിച്ചിരുന്നതുമാണ്. ട്രംപിന്റെ മരുമോഹന്റെ കമ്പനിക്ക്, മോളുടെ മരുമോഹന്റെ കൂടെ കമ്പനിക്ക് അസർബൈജാനിൽ $1.6 ബില്യൺ ഒരു വകുപ്പ് പുള്ളി ഒപ്പിച്ചു കൊടുത്തായിരുന്നു ഈ പറയുന്ന ഇതിനിടയിൽ ഇന്നലെ ട്രംപിന്റെ ക്രിപ്റ്റോ ബിസിനസിനെ കുറിച്ച് ഒരു വലിയ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. ക്രിപ്റ്റോ കറൻസിയിലൂടെ ട്രംപ് ഏതാണ്ട് 1000 കോടി രൂപ നേടിയെന്ന്. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കണ്ണ് കിടക്കുന്ന പാകിസ്ഥാനാണ്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നത്, നമ്മുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടല്ലാതെ അന്തർദേശീയ റിപ്പോർട്ട്, അതിൽ പറയുന്നത് ഈ അമേരിക്കയിൽ വരുന്ന സൈനിക മേധാവികളോടും ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരോടുമെല്ലാം ട്രംപ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ്സാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണെന്ന് പറഞ്ഞു. കുറച്ചു നാൾക്ക് മുമ്പ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു. ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഇനി ക്രിപ്റ്റോയിൽ ാണെന്ന്. അതിനൊരു കാരണമുണ്ടായിരുന്നു അങ്ങനെ പറയുന്നതിന്. കാരണം ഈ ഉപരോധം കൊണ്ട് വലയുകയായിരുന്നു ഇറാൻ. ആ സാഹചര്യത്തിൽ അവർക്ക് ഒരു ട്രാൻസാക്ഷൻ വേറൊരു മെത്തേഡ് ഇല്ല. സ്വിഫ്റ്റ് കോഡ് അടക്കം ഈ ഉപരോധം വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അപ്പൊ പിന്നെ അവർക്കത് ഇല്ലാതെ വന്നു. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇറാൻ അത് പറഞ്ഞത്. ഇവിടെ ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കാര്യം. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇന്നലെ മറ്റൊരു നീക്കം നടക്കുന്നത്. അതായത് ഈ വർഷം അവസാനം ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് പറയുന്നു. പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാനെ വിളിക്കുന്നു, ദീർഘനേരം സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പെഷസ്കിയാനെ ഈ വർഷം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിന് ഒഫീഷ്യലായിട്ടൊരു കാരണമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് കൊടുന്നതിന് ഇങ്ങനെ ഒരു ക്ഷണം എന്ത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് പങ്കെടുക്കേണ്ട ആളാണല്ലോ ചൈനീസ് പ്രസിഡന്റ്. അപ്പൊ ചൈനീസ് പ്രസിഡന്റിനെ ഇതുവരെ ക്ഷണിച്ചതായി നമ്മൾ വാർത്ത എങ്ങും കണ്ടില്ല. പക്ഷെ ഇദ്ദേഹത്തെ പെട്ടെന്ന് പൊടുന്നതിനെ ക്ഷണിക്കുകയും ചെയ്തു. അവിടെ കൂട്ടുവായിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഉപരോധങ്ങൾ ഇറാനിൽ നീക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ലോട്ടറി. കാരണം ധനുഷ് നേരത്തെ പറഞ്ഞ ഈ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശേഖരം കാലതാമസമില്ലാതെ, വലിയ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇല്ലാതെ നമ്മളിലേക്ക് ഒരുപാട് എത്തിച്ചേരും. ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട
വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റഷ്യക്ക് ഈ ഗ്യാസോലിൻ അഥവാ പെട്രോൾ നൽകുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിലേക്ക് ഇന്ത്യ കൊടുത്ത ടാങ്കർ 60,000 മെട്രിക് ടൺ പെട്രോൾ എത്തിക്കഴിഞ്ഞു റഷ്യയിൽ. ഇനി 2 ഷിപ്പ് എണ്ണ ടാങ്കർ കൂടി പുറപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് 30,000 മെട്രിക് ടണ്ണും മറ്റൊന്ന് 40,000 മെട്രിക് ടണ്ണുമാണ്. അതുകൂടി എത്തുന്നു. വലിയ രീതിയിൽ തന്നെ ഇന്ത്യ റഷ്യക്ക് ഇപ്പോൾ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആപത്ത് കാലമാണിത്. അത് മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ക്രൂഡ് ഓയിൽ വലിയ രീതിയിലേക്ക് എത്തുന്നുമില്ല. ആ എത്തുന്ന ഇത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാനുമായിട്ട് നല്ലൊരു ടേംസിലേക്ക് ഇന്ത്യ നീങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് റഷ്യക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഇതിനകത്ത് ട്രംപ് ഇടപെടാൻ യാതൊരു സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. കാരണം ട്രംപിന് ഇതിനകത്തൊരു വലിയ ഇടപാടുണ്ടാകാം. ഒരുപക്ഷെ ട്രംപിന്റെ ഏതെങ്കിലും കമ്പനികൾ ഇതേപോലുള്ള ഏതെങ്കിലും റിഫൈനറികളുമായിട്ട് ഒരു കരാറ് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കച്ചവടം ഉണ്ടാകാമായിരിക്കാം. അങ്ങനെ ഒരു കച്ചവടത്തിന് മുമ്പ് ട്രംപ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നതാണ്, ഇനി മുതൽ ഞങ്ങളും ഇറാനും ചേർന്ന് ഇറാന്റെ എണ്ണ കച്ചവടം ചെയ്യുമെന്ന്. മുമ്പ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയാണ്. അതും ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തര കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ അങ്ങനെയും ചിന്തിക്കും. അപ്പം അതും ഇതിനകത്ത് സാധ്യമാണോ ഇല്ലയോ എന്നുള്ളതും ഇതിനകത്ത് നമുക്ക് വ്യക്തമാകുന്നില്ല. ഏതായാലും ഈ ഉപരോധം നീങ്ങുന്നതോടുകൂടി ഇറാനെ സംബന്ധിച്ച് അവരുടെ ഒരു പട്ടിണി മാറ്റാനുള്ള ഒരു വലിയ വഴി തുറക്കുന്നു. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ ലോട്ടറി എന്ന് പറയാം. കാരണം നമുക്ക് ഈ എണ്ണയുടെ കേസ് മാത്രമല്ല, നമ്മുടെ നിർത്തിവെച്ചിരുന്ന ചബാർ തുറമുഖ പദ്ധതിയുണ്ട്, അത് വികസിപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ റഷ്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ചേരുന്ന ഒരു കോറിഡോർ ഉണ്ട് നമ്മുടെ. ആ കോറിഡോർ എത്രയും പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ കഴിയും. ആ കോറിഡോർ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റഷ്യൻ സ്റ്റേറ്റ് ഈ പഴയ USSRന്റെ ഭാഗമായ രാജ്യങ്ങളോട് മാത്രമല്ല യൂറോപ്പിലേക്ക് വരെ എത്താൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒന്നാണത്. അവിടെ നമുക്ക് പാകിസ്ഥാനെ ടച്ച് ചെയ്യണം. ഇതിന്റെ ഗുണഭോക്താക്കളായ അഫ്ഗാനിസ്ഥാനും വരും. അതായത് ഒരു വെടിക്ക് ഇന്ത്യ കൂടി മുന്നിട്ടിറങ്ങിയാൽ, ഇന്ത്യ ഇറങ്ങാതെ നടക്കത്തില്ല. ഈ ചബാർ തുറമുഖം ഉൾപ്പെടെയുള്ളത് ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യ തന്നെ ഇറങ്ങണം, ഇന്ത്യ തന്നെ പൈസയും മുടക്കണം. അപ്പൊ ഇന്ത്യ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം കിട്ടുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം അഫ്ഗാനിസ്ഥാനാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ചബാർ തുറമുഖത്തിൽ കാണിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇടയ്ക്കുള്ളിൽ ഇതിന്റെ കരാർ ഒപ്പുവെച്ചതിന്റെ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദി പെഷസ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. അത്യന്തം നാടകീയമായ നീക്കം. ജിയോ പൊളിറ്റിക്സുകൾ മാറി മറിയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ക്ഷണിച്ചതെന്ന് ചോദിച്ചാൽ ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാം, ബ്രിക്സിന്റെ സമ്മേളനത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത്. പക്ഷെ ഇന്ന് അമേരിക്കയുടെ റിപ്പോർട്ട് ചോരുമ്പോഴാണ് കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇറാനെ സർവ്വ സ്വതന്ത്രമാക്കി ട്രംപ് വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ കരാറിൽ പറയുന്നത്. ഉപരോധമില്ലെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എണ്ണ വിറ്റ് ജീവിക്കാം. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യമല്ലേ. 2019 വരെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്ന രാജ്യമാണ്. ഈ ഉപരോധങ്ങൾ വന്നതിന് ശേഷം നമുക്ക് പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയാതെ വന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ അവര്. അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി നമുക്ക് പറയൂ. അല്ല, എന്റെ ഒരു ന്യായമായിട്ടുള്ള ചോദ്യം അമേരിക്കക്കാർ ചോദിക്കുന്നത്, പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം? നേരത്തെ യുദ്ധത്തിന് മുമ്പ് ട്രംപിന് ഉപരോധം ഉണ്ടായിരുന്നു, ഇറാൻ തകർന്നു നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇറാൻ അങ്ങ് സമ്പൽ സമൃദ്ധമായി ഒരു കരാറിലൂടെ. ഞാൻ ചോദിച്ചു, സത്യത്തില് നേരത്തെ മെത്തേഡിൽ തന്നെ പോയിരുന്നെങ്കിൽ ഈ ഉപരോധം അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്തേനെ. അമേരിക്കൻ ജീവിക്കാൻ പറ്റുമായിരുന്നു, ആരും മരിക്കത്തില്ലായിരുന്നു. ഗൾഫിൽ കിടക്കുന്ന അവിടെ ഇവിടെയൊക്കെ കയറി എല്ലാവർക്കും സന്തോഷവും സമാധാനമായിരുന്നു. എന്തിനാണ് ഇപ്പൊ ഈ പരിപാടി നടത്തിയെന്ന് ഒരു പിടുത്തവും ഇല്ല. അത് തന്നെയാണ് അവിടുത്തെ അമേരിക്കയിലെ ആൾക്കാരും ചോദിക്കുന്നത്. ഏതായാലും ഇന്ത്യ നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഇന്ത്യ ഒരു പ്രധാന കളിക്കാരൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു നീക്കമായിരുന്നു ഇന്നലെ നടന്നതെങ്കിൽ, ഇന്ന് ഇന്ത്യ എന്തിനാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയെന്നുള്ളതിന് വ്യക്തമായ ഒരു കാരണം കൂടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.